ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ കാര്യം തന്നെ ആയാലും ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു മയ്യത്ത് വാങ്ങാനും ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത് ഒരു ജനിച്ച സന്തോഷം. രണ്ടും പല രീതിയിലുള്ള ആൾക്കാരാണ് ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ TT ഫാമിലിയിലെ ഷെഫിയുടെ ഒരു വീഡിയോ വന്നിരുന്നു. 10 ലക്ഷം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ ആർക്കും കരച്ചിൽ വന്നു പോകും. എനിക്കും ഒത്തിരി വിഷമം വന്നു. കാരണം ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ആർക്കും വിഷമം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവരെല്ലാവരും ഈ പറഞ്ഞ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും മുട്ടായി കൊടുക്കാനും വെമ്പൽ കൊണ്ട് നിൽക്കുന്നവരാണ്. മരണവാർത്ത കേൾക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നും പോയപ്പോൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. സോ അത്തരമൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഭയാനകമാണ്. ഇതൊരിക്കലും നമുക്ക് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല വാക്കുകൊണ്ട്. ആ ഒരു അവസ്ഥ വളരെ ഭയാനകമാണ്. ഇനി അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ് ഈ ഷെഫി. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആർക്കും വിഷമം വന്നേക്കാം. ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അള്ളാഹ് ഹയർ തരട്ടെ, അല്ലെങ്കിൽ വിഷമിക്കേണ്ട, ദുആ ചെയ്യുക, കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ചില ആളുകൾ പറയുന്നത് മറ്റൊരു കുട്ടിയെ ദൈവം തരും, അള്ളാഹ് മറ്റൊരു കുട്ടിയെ ദൈവം തരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ TT ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ വീഡിയോ ചെയ്യുകയും അവരെ ട്രോളിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഇതുപോലുള്ള അനുഭവം ഇനിയെങ്കിലും പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ബ്ലോഗർമാരായിട്ടുള്ള ആളുകൾ ഇത് കണ്ട് ആരും ഇത്തരം അഭ്യാസങ്ങളും ഇത്തരം പോക്കൃത്തരങ്ങളും കാണിക്കാതിരിക്കുക. ഇവിടെ ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നിരുത്തരവാദിത്തം കാണിച്ചിരിക്കുന്നത് ഈ ഷെഫി എന്ന് പറയുന്ന ഈ ഭർത്താവും അതുപോലെ തന്നെ ഇവർക്ക് ഈ പ്രസവം ഏറ്റെടുത്ത ഡോക്ടറുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അവരെ കുറ്റം പറയത്തുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇത്തരം സമാന ചിന്താഗതിയുള്ള ആർക്കെങ്കിലും ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും അവർ ചിന്ത മാറട്ടെ. സോ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇവിടെ എന്തുകൊണ്ട് ഇത്തരം ഒരു ദുരവസ്ഥ ഈ ഒരു ഫാമിലിയിൽ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇവരുടെ ഈ ഒരു തെറ്റായ ഒരു തീരുമാനമാണ്. അതായത് 40 മേളിൽ പ്രായമുള്ള 50-നടുത്ത് പ്രായമുള്ള ഈ ഒരു സ്ത്രീ 24-25 വയസ്സുള്ള ഈ ഒരു പയ്യനെ കല്യാണം കഴിക്കുന്നു. ഓൾറെഡി 3 പ്രസവിച്ചൊരു സ്ത്രീയാണ്. ആദ്യത്തെ പ്രസവത്തിൽ 2 മക്കളുണ്ട്. അവരൊക്കെ വലുതായി. ഇപ്പോൾ അവർ ഒരാളെ കെട്ടിച്ചു, ഒരാൾ +2 പഠിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ഷെഫി എന്ന് പറയുന്ന പയ്യനിൽ ഒരു കുട്ടി ഉണ്ടാവും, 40-ാം പക്കത്തിൽ ഒരു കുട്ടി ഉണ്ടാവുന്നു. അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ കുട്ടിക്ക് ശ്രമിക്കുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേന് ചില ആളുകളെങ്കിലും ചോദിച്ച് പ്രസവത്തിന് പ്രായമുണ്ടോ എന്ന് ചോദിച്ച്, പ്രായമുണ്ട്, പ്രസവത്തിനാണ് കറക്റ്റായിട്ട് പ്രായമുള്ളത്. അതിനെക്കുറിച്ച് പറയാം. പിന്നെ എൻ്റെ 2 ആൾക്കാരുണ്ട്. ഞങ്ങൾ 3 ആൾക്കാർ കൂടി കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ കയറ്റി. ഷെമി പറഞ്ഞ വീട്ടിൽ എന്താ കയറ്റണം. ഷെമി പ്രസവിച്ച സമയത്താണ് ഷെമി കണ്ടത്. പിന്നെ ഷെമിനെ കാണിച്ചില്ല, അത് മതി അങ്ങനെ വിചാരിച്ചിട്ട് നമ്മക്കും കാണിച്ചു കൊടുത്ത്, കുട്ടീനെ നമുക്ക് കാണിച്ചു കൊടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോയി. മയ്യത്ത് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അതൊക്കെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് പിന്നെ വണ്ടിക്ക് കൊണ്ടുപോയി. ഞാൻ തന്നെ എടുത്ത് കൊണ്ടുപോയി. ഞാൻ തന്നെ കബറിൽ വെച്ച്. ഇത്രയും അധികം ഇമോഷണൽ ആവുന്ന ഈ ഷെമി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയൊരു അറ്റംപ്റ്റ് താങ്കൾ ശ്രമിക്കാൻ പാടില്ല. ഒരു പ്രസവത്തിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൂടി ഒരു കുട്ടി വേണമെന്ന ഒരു ആഗ്രഹം കൊണ്ടാണെങ്കിൽ പോലും ഇനിയൊരു അറ്റംപ്റ്റിന് ശ്രമിക്കാതിരിക്കും. ഇപ്പൊ ഈ ഷെമി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടാണ്. ഇനിയെങ്കിലും അവരെ മരണത്തിലേക്ക് എത്തിക്കാതിരിക്കുക. ഇവിടെ ഷെമി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഷെമിയുടെ മക്കളോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ മയ്യത്തായ മകളെ വീട്ടിൽ കൊണ്ട് കയറ്റണമെന്നൊക്കെ വളരെ നിർബന്ധം ഷെമി ശൈഠ്യം പിടിച്ചു എന്നാണ് പറയുന്നത്. ഷെമിക്ക് ഇതിനു മുമ്പ് മക്കളുണ്ട്. ഈ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്. അതിനു മുമ്പ് 2 മക്കളുണ്ട്. ആ മക്കളോട് ഇതേ രീതിയിലുള്ള സ്നേഹം ഈ ഷെമി കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല, നമുക്കറിയില്ല. അത്തരമൊരു സ്നേഹപ്രകടനമൊന്നും ഷെമിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇത്തരം ഒരു അറ്റംപ്റ്റ്, അതായത് 40 വയസ്സിന് മേലെയുള്ള ഒരു സ്ത്രീ പ്രസവിപ്പിക്കുമ്പോൾ, ഒരു സ്ത്രീയെ കൊണ്ട് പ്രസവിപ്പിക്കുമ്പോൾ, ഈ പറഞ്ഞ പ്രസവം എന്ന് പറയുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും നല്ല കുട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന പ്രായം സ്ത്രീക്കും പുരുഷനും അവരുടെ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയിലാണ്. അവരുടെ സ്പേമും ഈ പറഞ്ഞ സ്ത്രീയുടെ ആണെങ്കിൽ അവരുടെ അണ്ടാശയത്തിൽ നിന്നും ഏറ്റവും നല്ല ആരോഗ്യമുള്ള അണ്ടം വിസർജിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും നല്ല കുട്ടികൾ ഉണ്ടാവുന്നത്. ഇവിടെ ഷെബി എന്ന് പറയുന്ന ഈ പയ്യൻ ഒരു കുട്ടി വേണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ അവന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഷെമി എന്ന് പറയുന്ന ഈ ഭാര്യ, അവരുടെ ഒരു ശാരീരിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ചിലപ്പം ചോദിച്ചേക്കാം, ചിലർ ഈ പ്രായത്തിലുള്ളവർ പ്രസവിക്കുന്നില്ല. 50-ാം വയസ്സിലും 55-ാം വയസ്സിലും പ്രസവിച്ചവരുണ്ട്. ലോക റെക്കോർഡ് ഏതാണ്ട് 65-ാമത്തെ വയസ്സിൽ പ്രസവിച്ചൊരു സ്ത്രീയുണ്ട്. എത്ര പേരാണ് അങ്ങനെ പ്രസവിച്ചത്? വിരലിൽ എണ്ണാവുന്ന ആളുകൾ പ്രസവിച്ചെന്ന് കരുതി ഈ രീതിയിൽ ഈ പ്രായത്തിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ രീതിയിൽ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു?
ആ ഒരു റിസ്ക്, ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നൊരു ലാഘവത്തോട് ഈ ഒരു വിഷയത്തെ സമീപിച്ചല്ലേ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. നിങ്ങളതൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് കുട്ടി ഉണ്ടാവണം, കുട്ടി ഉണ്ടായേ മതിയാവൂ എന്ന് ആഗ്രഹിച്ചിരുന്ന എത്ര ആളുകൾ ഉണ്ടായിരുന്നു. ഇത് ആവശ്യമായിരുന്നു, അനാവശ്യമായിരുന്നു? ഈ ദുനിയാവിലുള്ള എന്ത് കാര്യങ്ങളും പെർമനന്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. സത്യത്തിൽ ഞാൻ എന്ത് സംഭവിക്കുമ്പോൾ ഞാൻ ഓക്കെ ആണ്, എനിക്ക് ഒരു കുഴപ്പമോ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഈ കാര്യത്തിൽ അറിയാണ്ട് ആയി പോവുക, അതാണ് പ്രശ്നം. അപ്പോൾ ഏതായാലും ദുആ ചെയ്യാം. പിന്നെ ഷെമിക്കൊക്കെ ഒരു ഉറപ്പ് കിട്ടാനും, പിന്നെ എത്ര ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പോൾ എത്ര ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട്, ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം. പിന്നെ അപ്പം നിങ്ങളെ ദുആക്കൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുക. റമദാൻ മാസമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുക. ഇവിടെ റമദാൻ മാസം അല്ലെങ്കിൽ ക്രിസ്മസോ ഈസ്റ്ററോ ഓണമോ സംക്രാന്തി എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഉത്തരവാദിത്തമില്ലാത്ത ചില നിരുത്തരവാദിത്തമായ പരിപാടികൾ ചെയ്തതിനു ശേഷം നമ്മൾ ദുആ ചെയ്തുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തതിന് ശേഷം നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ ഒരു റിസൾട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അള്ളാഹ് തന്നില്ല, അള്ളാഹ് വിളിച്ചു, അല്ലെങ്കിൽ ഈശോക്രിസ്തു വിളിച്ചു എന്നൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. ഇവിടെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ചെയ്ത് ഈ ഡോക്ടർമാർ, അതായത് ഈ ഒരു പ്രസവത്തിൽ സ്ത്രീ അനുയോജ്യമാണെന്ന് പറഞ്ഞ് അവർക്കൊരു കേസാണ്. അവർക്കൊരു കേസ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ കണക്ക് 50,000, 60,000 അല്ലെങ്കിൽ 1,00,000 രൂപ കിട്ടും. അതുകൊണ്ട് മാത്രം അവർ ഈ കേസ് ഏറ്റെടുത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഷെബിയുടെ പിടിവാശിയായിരിക്കാം, ഷെമിയെ കൊണ്ട് പ്രസവിപ്പിക്കണമെന്നുള്ള പിടിവാശിന്റെ പുറത്ത് ഇവനായിരിക്കും ഏറ്റവും വലിയ റിസ്ക് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇവൻ ഈ റിസ്ക് എടുത്ത് ഈ പ്രസവത്തിൽ ഈ ഷെമി മരിച്ചു പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ആ കൊച്ചുകുട്ടിക്ക് കൂടെ ആരും ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. അവനൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ഒരു കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് ഈ കൊച്ചിനെ നോക്കാത്തൊരവസ്ഥ വരും, ആ കൊച്ചനാഥപ്പെടും. നേരെ മറിച്ച് ഈ 45-50 വയസ്സിൽ ഉണ്ടാവുന്ന കുട്ടികൾ, ഒരുപക്ഷെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് 35 എബോ പോലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അനുസരിച്ച്, പഴയ കാലഘട്ടത്തിലല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് 40-ന് മേളിൽ വരുന്ന സ്ത്രീകൾ ഒരു 100 പേരെ കൊണ്ട് പ്രസവിപ്പിച്ചാൽ അതിൽ കൂടുതൽ കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാവാനുള്ള വലിയ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ഓട്ടിസം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടിയാണ് ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ ഈ ഷെമി നോക്കുമായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ എന്താ അഭിപ്രായം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങ് തോന്നുന്നുണ്ടോ ആ കുട്ടിയെ ഈ ഷെമി എന്ന് പറയുന്ന ഈ താത്ത നോക്കുമായിരുന്നു? ഇതിന് മുമ്പുണ്ടായ കുട്ടികളുടെ അവസ്ഥ അറിയാം. അപ്പൊ ഈ കുട്ടികളെ എങ്ങനെ ഉണ്ടാക്കുക, അതിനുവേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി അവിടെ തപസ്സിരുന്ന് കൈയടിക്കുന്ന ആൾക്കാരോടെ ഞാൻ പറയുന്നത്, ഉള്ള കുട്ടികളെ അവർ എന്തുമാത്രം നോക്കുന്നു, അവരെ എങ്ങനെ കെയർ ചെയ്യുന്നു, അതിനെക്കുറിച്ചും കൂടെ നിങ്ങളൊരു വിലയിരുത്തൽ നടത്തണം. സോ തീർച്ചയായും ഇവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ അത് അംഗവൈകല്യമുള്ള ഒരു കുട്ടി ആയിരുന്നെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താവുമായിരുന്നു? ആ കുട്ടി ഈ ഭൂമിയിൽ എന്തുമാത്രം യാതന അനുഭവിക്കേണ്ടി വന്നേനെ? എനിക്ക് ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് തോന്നുന്നില്ല ഇവർ ആ കുട്ടിയെ നല്ലപോലെ നോക്കുമെന്ന്. എനിവേ, വളരെ ദൗർഭാഗ്യകരമാണ്. ഈ വീഡിയോ മുഴുവൻ പ്രത്യക്ഷത്തിൽ കാണുന്നവർക്ക് തീർച്ചയായും ദുഃഖകരമായി തോന്നിയേക്കാം. പക്ഷെ നേരെ മറിച്ച് ഈ ഷെമിയുടെ ആദ്യത്തെ മക്കള് അവർ ഈ സംഭവം അറിഞ്ഞാണ്, അവരുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഷെമിയെ ഈ വിഷയത്തിൽ എതിർത്ത, ഷെമിയെ അല്ലെങ്കിൽ ഷെബിയെ പരിഹസിച്ച ധാരാളം ആളുകളുണ്ട്. ഇവർക്ക് ഫാൻസ് ഉള്ളതുപോലെ തന്നെ ഇവരെ വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ അവർക്ക് കൈയടിക്കാനുള്ള ഒരു അവസരം കൊണ്ട് ഈ ഷെബി ഉണ്ടാക്കി കൊടുത്തു. തീർച്ചയായും അവർ ഇത് കൈയടിക്കത്തേ ഉള്ളൂ. കാരണം ഈ ഒരു പ്രായത്തിൽ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരടക്കം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷെമിയുടെ ആദ്യ മക്കൾ, ഒരു കുട്ടി +2 സ്കൂളിൽ ഇപ്പോഴും പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടി ഇപ്പോഴും കളിയാക്കലുകൾക്ക് ഇരയാവുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് മാനഹാനി ആ പെൺകുട്ടിക്ക് ഈ ഉമ്മ കാരണം ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്തുപോലും ജനിപ്പിച്ച ഉമ്മയല്ലേ, അവരെ കുറിച്ച് ആൾക്കാർ മറക്കുമോ, പറയാതിരിക്കുമോ? സോ തീർച്ചയായും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കുറച്ചധികം പറ്റായിരുന്നു. ദൈവകൃപ കൊണ്ട് ഈ രണ്ടാമത്തെ കല്യാണത്തിലും ഈ പറഞ്ഞ അള്ളാഹു ഒരു കുഞ്ഞിനെ തന്നു. വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ഈ പ്രായത്തിൽ ശ്രമിച്ചത് പൂർണ്ണമായും തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അതിന് ഉത്തരവാദികളായ ഈ ഡോക്ടർമാരെ, ഈ ഭർത്താവ് എന്ന് പറയുന്ന ഷെമിയും 100% ചെയ്ത് തെറ്റ് തന്നെയാണ്. മരണത്തിൽ നിന്നും ഈ ഷെമി എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം. ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ ഷെമിയുടെയും അല്ലെങ്കിൽ ഷെബിയുടെയും കടുത്ത അനുകൂലികൾ ഈ വിഷമം കാണിക്കുന്നതിലുപരി ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യുകയോ വിഷമം കാണിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ ഈ കാട്ടിക്കൂട്ടിയ അധികപ്പറ്റുകളാണ്. അതായത് ഗർഭിണിയായ അന്ന് തൊട്ട് ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ അടക്കം പോയിരുന്ന ഈ പറഞ്ഞ ഈ ഒരു താത്ത, 19 വയസ്സുള്ള ഒരു താത്ത ലഡുവും മാങ്ങയും കഴിക്കുന്നു. എന്തെല്ലാം അഭ്യാസങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടിയത്. ഞാൻ ആ വിഷയങ്ങളൊക്കെ കളിയാക്കി ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്ത ഒരാളാണ്. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിച്ച പല കാര്യങ്ങളും ഒരു പേക്കൂത്തുകളായിട്ടാണ് പൊതുവെ മെജോറിറ്റി ഓഡിയൻസിന് തോന്നിയത്. അത് തന്നെയാണ് ഇത്രയും അധികം ഹേറ്റ്സ് ഇവർക്ക് ഉണ്ടാവാനുള്ള കാരണം. മറുഭാഗത്ത് ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതും ഇവരെ എപ്പോഴും അടുത്ത കുട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച്
പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. അവിടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവർ തന്നെയാണ് ഇവരെ വീണ്ടും കുഴി കൊണ്ട് ചാടിക്കുന്നത്. അതിന് തയ്യാറായി വീണ്ടും ഈ പറഞ്ഞ ഷെമിയും ഈ ഷെബിയും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായും അത് ഇതുപോലുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കും. ഈ കരയുന്ന കരച്ചിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു അറ്റംപ്റ്റിന് തയ്യാറാവാതിരിക്കുക. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ബൈ.